എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമുക്ക് മേക്കപ്പ്, സ്കിൻ കെയർ ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടാവുക നൈക്കയിലാവും അല്ലേ? അതും നൈക്കയുടെ സെയിലിൽ വരുന്ന സമയത്താണ് നമ്മൾ എല്ലാവരും കൂടുതൽ പർച്ചേസ് ചെയ്യണത്. ഞാനടക്കം അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഇപ്പോൾ നൈക്ക സെയിൽ വരികയാണ്. 9-ാം തീയതി 4 മണിക്കൊക്കെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. ഒരു 3 ദിവസമൊക്കെ എന്തായാലും ഉണ്ടാവും. കുറച്ച് എക്സ്റ്റെൻഡ് ആവാനും വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നൈക്ക പിങ്ക് ലവ് സെയിലാണ്. അപ് ടു 50% ഓഫ് ആണ് ഉള്ളത്. അപ്പോൾ നോക്കി നമുക്ക് റീപർച്ചേസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ കൂടുതലും മേടിക്കാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആട്ടോ. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത്. മേക്കപ്പ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കുറച്ച് മേടിച്ചാൽ പിന്നെ കുറേ നാൾ അതിൻ്റെ എക്സ്പയറി ആവണ വരെയുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ കൊതി കാരണം നമ്മൾ തന്നെയും പിന്നെയും കുറേയൊക്കെ മേടിക്കുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് സ്കിൻ കെയർ മേടിച്ചിട്ടുണ്ട്. സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഈ ബോക്സ് ഇത് നൈക്ക നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. നമ്മൾ നാപ്പർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ PR ലിസ്റ്റിലുള്ളവർക്ക് കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നൈക്ക ഇങ്ങനെ അയച്ചിരുന്നതാണ് കേട്ടോ പെട്ടിയടക്കം. നമ്മൾ സാധാരണ ഇങ്ങനെ ആപ്പിൽ മേടിക്കുമ്പോൾ ഇത് കിട്ടില്ല, കുറച്ച് പേരെടുത്ത് ചോദിക്കാണെന്ന് നിങ്ങൾക്ക് മാത്രം തരണത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കാറ്റഗറിയിലായതുകൊണ്ട് നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോസ് ചെയ്യുകയും പിന്നെ നൈക്കയ്ക്ക് വേണ്ടി വീഡിയോസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കാരണമാണ് നമുക്ക് അയച്ചു തരുന്നത്. നമുക്ക് ഈ ബോക്സ് കിട്ടില്ല എന്നുള്ളത്, നമുക്ക് വേണ്ടതൊക്കെ മേടിക്കാം. സെയിം ഡിസ്കൗണ്ട് തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക കേട്ടോ. അപ്പം എല്ലാ തവണത്തെയും പോലെ നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് നോക്കാം. ആദ്യം അവർ നമുക്ക് അയച്ചെന്നതും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മേടിച്ചതും കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ മേടിച്ചത് ആദ്യം കാണിക്കട്ടെ. അതാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. ഞാൻ ഇത്തവണ കുറച്ച് പൊടിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസറെക്സിൻ്റെ യെല്ലോ സൂത്തിങ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാൻ കോസറെക്സിൻ്റെ നമ്മുടെ സ്നെയിൽ മ്യൂസിൻ ഉണ്ടല്ലോ, അയ്യോ അത് എന്തൊരു പോപ്പുലറാണ്. അതുപോലെ തന്നെ HA സിറത്തിൻ്റെ ക്രീം അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഹോൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത് അതൊക്കെ ഭയങ്കര സൂപ്പർബ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്ത് നോക്കാമെന്ന്. സൺസ്ക്രീൻ ഞാൻ ആദ്യമായിട്ടാണ് കോസറെക്സിനെ യൂസ് ചെയ്ത് നോക്കുന്നത്. നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നവർക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല എന്നാണെങ്കിൽ കോസറെക്സ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് സ്കിന്നിൽ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമുക്ക് അറിയാം അതൊരു ജേർണിയാണ്, ഒരു ഡെസ്റ്റിനേഷൻ അല്ല. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്ത് നമുക്ക് ഒരു പോയിന്റ് എത്തി, ഓക്കെ ഞാൻ പെർഫെക്റ്റ് ആയി, ഇനി സ്കിൻ കെയർ അങ്ങ് നിർത്താം, അങ്ങനെ നമുക്ക് വിചാരിക്കാനേ പറ്റില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. ട്യൂബ് പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 1050 രൂപയാണ്. ഞാൻ സെയിലുള്ള സമയത്തല്ല മേടിച്ചത്, ഞാൻ സാധാരണ സമയത്ത് തന്നെയാണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സെയിലുള്ള കാരണം നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ ഹോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുൻകൂട്ടി മേടിച്ചു എന്നേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. പ്രത്യേകിച്ച് അങ്ങനൊരു മണം പറയാനില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ മൈൽഡായിട്ടുള്ള ഒരു ഫ്രേഗ്രൻസേ ഉള്ളൂ. പിന്നെ വേറൊരെണ്ണം, ഇത് ഞാൻ കുറച്ച് വിഷമത്തോടു കൂടിയാണ് മേടിച്ചത്. പക്ഷെ മെയിനായിട്ട് വീഡിയോസിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിലാണ് മേടിച്ചത്. ഈ പിങ്ക് പാക്ക് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താണെന്നുള്ളത്. ഇത് ഇൻ മൈ ഡിഫെൻസ് ബാരിയർ ബിൽഡിംഗ് സ്കിൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ആലിയ ഭട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് കേട്ടോ. ആലിയ ഭട്ടിൻ്റെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ 2-3 സ്കിൻ കെയർ വീഡിയോസിലൊക്കെ ആൾ ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഒറ്റൊരു പ്രശ്നം എന്ന് പറയാനായിട്ട് 3500 രൂപയാണ് ഒരു ml ന് 70 രൂപ വരും കേട്ടോ. പമ്പ് പാക്കേജിങ്ങിലാണ് കേട്ടോ വരണത്. ഞാൻ ഒരു തവണ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഫ്രേഗ്രൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, കാരണം അത് അർഹിക്കുന്നുണ്ട്. അടുത്തത് പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. ജെൽ കൺസിസ്റ്റൻസിയിലാണുള്ളത്. കുറേ നാൾ അമ്മ ഇതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ പിന്നീടാണ് അമ്മ റിയലൈസ് ചെയ്തത് അമ്മയ്ക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളതാണ് അമ്മ. ഇതിന്റെ ക്രീം കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒന്നുണ്ട്, അതാണ് ഇപ്പോൾ അമ്മ യൂസ് ചെയ്യണത് കുറേ നാളായിട്ട്. അതിന്റെ വലിയ ഡബ്ബയില്ല, അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചു കൊടുക്കും അമ്മയ്ക്ക്. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അതാണ് യൂസ് ചെയ്യണത്. തുറക്കാൻ പറ്റില്ല. അപ്പം തുറന്നു. ഇതാ കറക്റ്റ് ഈ ജെൽ കൺസിസ്റ്റൻസി ആണല്ലോ, ആ ഒരു രീതിക്കാണുള്ളത്. അപ്പം ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഭയങ്കര അഫോർഡബിളും ആണ്. ഇതിൽ ഹൈഡ്രോണിക് ആസിഡും അതേപോലെ തന്നെ വിറ്റമിൻ ഇയും ഉണ്ട്. ഇതിന് 220 രൂപ. ഒരുപാട് നാൾ നിൽക്കും കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇതാണ്. പിന്നെ ഞാൻ കുറച്ച് സിറംസ് മേടിച്ചു കേട്ടോ. ഞാൻ രാത്രി എപ്പോഴും സിറംസ് യൂസ് ചെയ്യാറുണ്ട്. സിറംസ് നമ്മുടെ സ്കിന്നിന് ഓരോരോ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. അപ്പം നമുക്ക് ഹൈപ്പോ പിഗ്മെന്റേഷൻ ഒക്കെ ആണെങ്കിൽ കൂടുതൽ വിറ്റമിൻ സി ആണ് ഏറ്റവും നന്നാവുക. വിറ്റമിൻ സി ആണെങ്കിൽ രാവിലെ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നമുക്ക് കുഞ്ഞു കുഞ്ഞു പോഴ്സ് ഉണ്ട്,
ഇപ്പൊ എനിക്ക് ഒരു വർഷം 1.5 വർഷമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പോഴ്സ് വന്നു തുടങ്ങി, അതായത് കുഴികൾ. ടിക്സ് എന്ന് പറയാനില്ല, അതായത് ലിറ്ററലി കുഴികൾ എന്ന് പറയാൻ അങ്ങനെ ആയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഓറഞ്ച് പീൽ ടെക്സ്ചർ എന്ന് പറയും, നമ്മുടെ ഓറഞ്ചിന്റെ തൊലിയില്ലേ, അതിങ്ങനെ ഭയങ്കര സ്മൂത്ത് അങ്ങനത്തതാവണമെന്നില്ലല്ലോ എല്ലാത്തിനും. ചിലതിനൊക്കെ ഇങ്ങനെ കുത്തു 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 കുത്ത് അങ്ങനെ കാണില്ല, അങ്ങനത്തെ സ്കിന്ന്. അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നിയാസിനമൈഡ് ഭയങ്കര നല്ലതാണ്. ഏജിങ്ങിനാണെങ്കിൽ റെറ്റിനോൾ ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് നമ്മളത് യൂസ് ചെയ്യാം. നമുക്ക് ഒന്നിലേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിലും യൂസ് ചെയ്യാവുന്നതാണ്. ചിലപ്പോഴൊക്കെ 2 സിറംസ് നമുക്ക് കൂട്ടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടല്ല, ഒന്നിൻ്റെ മീതെ ഒന്ന് എന്നുള്ള രീതിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കുറേ നാളായിട്ട് നിയാസിനമൈഡിൻ്റെ സിറം യൂസ് ചെയ്യുന്നത് ഓർഡിനറിയുടെ ആണ്. ഇത് ഞാൻ 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പോഴ്സിൻ്റെ ഇഷ്യൂ ഉള്ള കാരണമാണ് നിയാസിനമൈഡ് യൂസ് ചെയ്യണത്. എനിക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യത്യാസം കൂടുതൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പോഴ്സുകൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഉള്ള പോഴ്സിനെ കുറെ കൂടി ഡീപ്പൻ ആക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉള്ളത് ഒരു വിധത്തിൽ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതല്ലാണ്ട് വന്നിട്ടുള്ള പോഴ്സ് എനിക്ക് ക്ലോസ് ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്, പൂർണ്ണമായിട്ട് ക്ലോസ് ആയിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന മൈക്രോ നീഡ്ലിംഗ് ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണ്. ഇങ്ങനെ സൂചി വെച്ചിട്ട്, ഇങ്ങനെ സൂചിയല്ല കേട്ടോ, നമ്മൾ ഈ നീഡ്ലിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ സ്കിൻ കെയർ ഡെർമാറ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവരിങ്ങനെ കുത്തി അപ്പോൾ ചെറിയ ചെറിയ കട്ട്സ് ഉണ്ടായിട്ട് നമ്മുടെ സ്കിൻ റിജുവിനേറ്റ് ആയി അങ്ങനെ പുതിയ സ്കിൻ വന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുക. അത് കുറച്ച് ലോങ് പ്രോസസ്സാണ് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് പോഴ്സ് ഉണ്ട്, വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് അതിനൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിയാസിനമൈഡ് സിറമാണ്. പിന്നെ ഞാൻ ഒരു നിയാസിനമൈഡ് സിറം കൂടി മേടിച്ചു, അത് ഈ കോസാറക്സിൻ്റെ ആണ്. ഞാൻ മേടിക്കുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് മേടിക്കും, പിന്നെ അതങ്ങ് എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഉപയോഗിക്കും കേട്ടോ. കുറച്ച് പേർക്ക് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ് കൊടുത്ത് മേടിക്കും, പിന്നെ ഇങ്ങനെ വെച്ചിരിക്കും, ഒന്നും ചെയ്യില്ല. അങ്ങനെയല്ല, നമ്മൾ യൂസ് ചെയ്യണം. അത് റെഗുലറായിട്ട്, ഒരു ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ട് ആയില്ല, നമ്മളത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണം. അപ്പം നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും. നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മുടെ സ്കിന്നിന് ഡെഫിനറ്റ്ലി ഉണ്ടാവും കേട്ടോ. കോസാറക്സിൻ്റെ നിയാസിനമൈഡ് 15 ഉണ്ട് കേട്ടോ. ഇതും നല്ല റിവ്യൂസ് ഉള്ളതാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, നോക്കാം. നിയാസിനമൈഡ് രാവിലെ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതൽ സേഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത് രാത്രി മാത്രം യൂസ് ചെയ്യണമെന്നാണ്. രാവിലെ ആണെങ്കിൽ നമുക്ക് വിറ്റമിൻ സിയും മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതും അതുപോലെ തന്നെ രാത്രി ആണെങ്കിൽ അതെ, രാത്രി ആണെങ്കിൽ ഞാൻ നിയാസിനമൈഡ് യൂസ് ചെയ്യും, പിന്നെ ഒരു തിക്കായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഈ ഒരു 5 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഒരു 35 അറൗണ്ട് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം സോർട്ടഡ് ആണ്. 25 തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നീക്കി കൊണ്ടുപോകാം. ഇങ്ങനത്തെ സൈൻസ് ഏജിങ് ഒരു പ്രശ്നമല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രായമാവണത്, മുഖത്ത് പ്രായം അറിയണത് ഒരു പ്രശ്നമെന്നല്ല പറയണത്. ചിലർക്ക് അത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് നീക്കി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാവും. അങ്ങനെയുള്ളവർ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ പോഴ്സും അതും ഒന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നിയാസിനമൈഡ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഏതാ സിറം മേടിച്ചിട്ടില്ലേ? അടുത്തത് ഇത് ഗ്ലൈക്കോളിക് സിറമും നമ്മുടെ പോഴ്സ് മിനിമൈസ് ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് സ്കിന്നൊക്കെ തരാനായിട്ട് ഒരുപാട് നല്ലതാണ്. അപ്പോൾ എനിക്ക് ലോറിയലിൻ്റെ നല്ല ഇഷ്ടം. ഇതിനെക്കാട്ടിലും മുന്നും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്രീം പോലെയുണ്ട് കേട്ടോ, അതും നല്ലതാണ്. ഞാൻ കാണിച്ചു, കുറച്ച് വലുതാണ്. ഇതിൻ്റെ ചെറുത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ ചെറുത് മേടിച്ചാൽ മതി കേട്ടോ. സിറംസ് റെഗുലർ ആക്കുക നമ്മുടെ സ്കിൻ കെയറിൽ, എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ റെഗുലർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് റണ്ണിലേക്ക് നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൽ 1.0% ഗ്ലൈക്കോളിക് ആസിഡ് ആണ് കൂടുതൽ അണ്ടർ ആം ഡാർക്ക്നെസ് കുറയ്ക്കാനും ഏറ്റവും നല്ലത്. ഓർഡിനറിയുടെ ഉണ്ടല്ലോ, അത് കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ ഇത്ര വലുത് കിട്ടും. അത് തീർന്നു കേട്ടോ. അത് ഞാനൊരു വലിയ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അണ്ടർ ആമിൻ്റെ ഒരു കുറവ് തോന്നിയിട്ടുള്ളത് ഡാർക്ക്നെസ്, എനിക്ക് വിസിബിളി നല്ല ഡാർക്ക്നെസ് കുറവുണ്ട് ഇപ്പോൾ. അത് 2 കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഗ്ലൈക്കോളിക് ആസിഡ് റെഗുലറായിട്ട്, അതായത് വീക്ക്ലി ട്വൈസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാമായിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യണേ ഇതിൻ്റെ ഓർഡിനറിയുടെ. അത് കൂടാണ്ട് ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ പിന്നെ നമ്മൾ ഷേവിങ് ഒക്കെ ഭയങ്കര കുറയല്ലേ. പിന്നെ ഒരു ബാക്കപ്പായിട്ട് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ. നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിൻ്റെ വില അപ്പോൾ ഇതിൻ്റെ വില 499 റുപ്പീസാണ്. പക്ഷേ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ പ്രോഡക്ട്സിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഇവിടെ ഇടാം. അപ്പോൾ അതിൽ അതിൻ്റെ വില ഉണ്ടാവും. പക്ഷെ ഞാൻ വില ഇടണ സമയത്ത് സെയിലില്ല. പക്ഷെ സെയിൽ വരുമ്പോൾ
അതിലും നന്നായിട്ട് കുറയും കേട്ടോ. 10%, 15%, 20%, 50% വരെ ഉണ്ട്. യൂഷ്വലി മിനിമലിസ്റ്റിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ 20% ഓഫ്, അല്ലെങ്കിൽ 2 പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ 1 പ്രോഡക്റ്റ് ഫ്രീ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഡോക്ടർ ഷെത്തിൻ്റെനും എന്തായാലും ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. നല്ല മോയ്സ്ചറൈസർ എന്നൊക്കെ പറയും, മോയ്സ്ചറൈസർ അല്ല, നല്ല സൺസ്ക്രീൻ ആണ്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, നല്ല റിസൾട്ട് തരും കേട്ടോ. പിന്നെ അടുത്തത് ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ഫിസിയോജെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ആദ്യം ഇതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഒരിക്കൽ ഡെർമറ്റോളജിസ്റ്റ് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറഞ്ഞു റെക്കമെൻഡ് ചെയ്ത് ഞാൻ അവരുടെ അടുത്ത് നിന്ന് തന്നെ മേടിച്ചു. പക്ഷെ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ നൈക്കയിലും കണ്ടു. അപ്പോൾ ആ മോയ്സ്ചറൈസർ എൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ, അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവില്ല, എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്ക് അത് ഭയങ്കര നല്ലതാണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, നല്ല സൂത്തിങ് ആണ്. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. 670 രൂപയാണ് കേട്ടോ ഇതിന്. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഒരുപാട് പേരുണ്ടാവില്ലേ പെട്ടെന്ന് മുഖത്തൊന്ന് തൊടുമ്പോഴേക്കും ഇങ്ങനെ ചുമക്കുക, അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും അലർജിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇങ്ങനെ തെരിതെരിപ്പും ബംസും അങ്ങനെയൊക്കെ വരുന്നവരുണ്ടാവില്ലേ, അവർക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ, നല്ലതാണ്. അതേപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അടുത്തത് മിനിമലിസ്റ്റിൻ്റെ റെറ്റിനോൾ ആണ് കേട്ടോ. റെറ്റിനോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുഖത്ത് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് റെറ്റിനോൾ സിറമാണ് ഏറ്റവും നല്ലത്. അതിൽ മിനിമലിസ്റ്റിൻ്റെ 0.6%. റെറ്റിനോൾ ഒന്നും നമുക്ക് അങ്ങനെ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത് എസ്പെഷ്യലി സ്റ്റാർട്ടിങ്ങിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ റെറ്റിനോൾ മിനിമലിസ്റ്റിൻ്റെ ഉണ്ടല്ലോ, ഇത് ഓക്കെയാണ്, ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. നല്ല റെറ്റിനോളാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തത് സെറാവെ മോയ്സ്ചറൈസിങ് ക്രീം. ഇത് പ്രൊനൗൺസ് എങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ശരിക്കും ഫാർമസിയിലൊക്കെ കിട്ടില്ലേ, ഇതാണെങ്കിലും ശരി, ഈ ഫിസിയോജൽ മോയ്സ്ചറൈസർ ആണെങ്കിലും ശരി, ഫാർമസിയിലൊക്കെ കിട്ടുന്ന മോയ്സ്ചറൈസേഴ്സ് ആണ് കേട്ടോ. കുറേ പേര് പറയാറുണ്ട് ഫാർമസിയിൽ കിട്ടുന്ന ടൈപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ചെയ്യുമെന്നുള്ളത്. പക്ഷെ സത്യം പറയാൻ എനിക്ക് ഇത്തിരി ഇത് നമുക്കറിയില്ലല്ലോ അത് എത്ര കണ്ടും ടെസ്റ്റഡ് ആണ് ഇങ്ങനെയാണെന്നുള്ളത് അറിയാത്ത കാരണമാണ് ഞാൻ അങ്ങനെ റാൻഡം ആയിട്ട് മേടിച്ചിട്ട് അങ്ങനെ ചെയ്തു നോക്കാം. ഞാൻ ഇപ്പം കുറച്ച് നമുക്കിങ്ങനെ സേഫാന്ന് ഉറപ്പ് വരുന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ മേടിച്ചതാണ് കേട്ടോ. ഇത് ഈവൻ ഡെർമാറ്റ്സും ഒക്കെ റെക്കമെൻഡ് ചെയ്യണതാണ്. ഇത് എനിക്ക് സേഫ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ്, ഭയങ്കര നല്ലതാണ്. ഇത് ഇത്ര വലിയ ഡബ്ബയ്ക്ക് 1500 ആണ്, എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇത് കുറേ നാൾ നിൽക്കും കേട്ടോ. ഇത് ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. നല്ല ഹൈഡ്രേറ്റിംഗ് അത് കണ്ടോ, പ്രത്യേകിച്ച് മണവും കാര്യങ്ങളൊന്നുമില്ല. നമുക്കിങ്ങനെ എടുത്ത് ബ്ലെൻഡ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. കുറേ പേര് പറയാറുണ്ട് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മീതേക്ക് വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ പിരിപിരിപിരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പൊടിപടലങ്ങൾ പോലത്തെ ഒരു സാധനം വരുന്നു എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് എന്ന് വെച്ചാൽ ഒരു 10 to 15 സെക്കൻഡെങ്കിലും അതിന് സമയം കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മീതെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. എഗെയിൻ ഒരു 10 to 15 സെക്കൻഡെങ്കിലും അതിനൊന്ന് സെറ്റിൽ ആവാനുള്ള സമയം കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ മേക്കപ്പ്. അതല്ലെങ്കിലാണ് ഇതിങ്ങനെ പിരിപിരാന്ന് പറഞ്ഞ് വരണം. ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള സമയം കൊടുക്കണം, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുവിധം സൺസ്ക്രീൻസിൻ്റെ ഈ പിരിപിരാന്നുള്ള ഫീല് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ലോട്ടസിന് അങ്ങനെ ചെയ്താലും ആ ഒരു ഇത് വരുന്നുണ്ട്. അത് ചില പ്രോഡക്റ്റിൻ്റെ ഒരു മേക്കിങ്ങിൽ വരുന്ന വെച്ചാൽ അതിൽ ഇൻഗ്രീഡിയൻസിൽ വരുന്ന പ്രശ്നം കാരണമാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതിയാവും കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് വാസ്ലിൻ്റെ ഗ്ലൂട്ട ഗ്ലോ ഹൈഡ്രോണിക് പ്രോ റെറ്റിനോൾ. ഇത് ബോഡി മോയ്സ്ചറൈസർ ആവണം, അതെ ലോഷനാണ്. ഇപ്പോൾ ഗ്ലൂട്ട എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പോൾ അയ്യോ ഇത് ഭയങ്കര പ്രശ്നമാവും അങ്ങനെ വിചാരിക്കണോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ മേളിൽ അപ്ലൈ ചെയ്യണതല്ലേ, അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരില്ല. നമുക്ക് അതുകൊണ്ട് നമ്മുടെ കളറ് മാറി അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. ഗ്ലൂട്ട ശരിക്ക് വെളുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ എന്തായാലും അത് നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ പോയി കണ്ട് അവർ പറയുന്ന ആ ഒരു ഡ്യൂറേഷനിൽ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ ഡോക്ടർ പറയാതെ എങ്ങനെയാ വേണ്ടത് എത്രയാ വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് IV വഴി ഇഞ്ചെക്ട് ചെയ്തിട്ട് ഗ്ലൂട്ട എടുക്കണം. എന്നാലേ നമ്മളെ കോംപ്ലക്ഷനിൽ ഡിഫറൻസ് കാണാം. പക്ഷെ അത് ഒരാള് ഡു വി റിയലി നീഡ് ദിസ് ഓർ നോട്ട്, അത് നമ്മുടെ ചോയ്സാണ്. അത് ഇപ്പം നിങ്ങളിപ്പോൾ എടുക്കരുതെന്ന് ഞാൻ പറയാൻ ആളല്ല. എഗെയിൻ അങ്ങനെ പറയുമ്പോഴും ഇപ്പം എനിക്കറിയാം കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ടീനേജേഴ്സോ അതല്ലെങ്കിൽ ഈവൻ 20s ഉള്ളവരാണെങ്കിൽ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിരിക്കും. നമുക്ക് നമ്മുടെ ബോഡിയിൽ ആ ഒരു കോൺഫിഡൻസ് വരാൻ എനിക്ക് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നിട്ടുള്ള ഒരു early 20s അല്ലെങ്കിൽ ഒരു mid 20s ഒക്കെ ആയപ്പോഴാണ് ഞാൻ
ഞാൻ ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ എനിക്ക് അങ്ങനെ അല്ലെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്നുള്ള ഫീലിംഗ് ഒക്കെ വന്നു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേർക്ക് കേൾക്കുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോയി ഗ്ലൂട്ട് ചെയ്യാം, അപ്പോൾ പിന്നെ വെളുക്കില്ല, അത് മതി എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ എന്തിനും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം. അത് മാത്രമല്ല നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കെയർ ഭീകരമാണ്. ഇപ്പം നമ്മൾ ഗ്ലൂട്ട് എടുത്തിട്ട് നമുക്ക് അങ്ങനെ വെയിലത്തിറങ്ങി നടക്കാം, പിന്നെ ഒരിക്കലും ടാൻ ആവില്ല, അങ്ങനെയല്ല കേട്ടോ. ഗ്ലൂട്ട് എടുത്താലും അതിൻ്റെ ആഫ്റ്റർ കെയർ ഒരുപാടുണ്ട്. നമ്മൾ വെയിലത്ത് നടക്കുമ്പോൾ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇടണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോപ്പർ നമുക്ക് യൂസ് കിട്ടാണ്ടേ വരും. അത് മാത്രമല്ല കുറേ പേര് ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണല്ലോ, അപ്പോൾ നമ്മുടെ ബോഡിക്ക് മറ്റ് പല ഗുണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, പ്രോപ്പറായിട്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിലും നമുക്ക് യാതൊരു ഒരു പ്രശ്നവും വരില്ല. ഇപ്പോൾ എത്രയോ മാറി, പണ്ടത്തെ പോലെ അല്ലല്ലോ. നമ്മൾ ഫെയർ സ്കിൻ ആണെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ്, അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഞാൻ കാണുന്നില്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ തന്നെ അത് എതിർത്ത് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഡാർക്ക് സ്കിൻ ആണെങ്കിൽ 26 ആണെങ്കിലൊക്കെ നമ്മൾ ബ്യൂട്ടിഫുൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു കോംപ്ലക്സ് കാരണം ചാടിക്കേറി ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ഗിവ് സം ടൈം ഫോർ യുവർ സെൽഫ്. എന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആലോചിച്ച് അതിൻ്റെ വരായികളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ എന്തും ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എല്ലാം ഈ ലോങ് റണ്ണിലേക്ക് വേണം നമ്മൾ എടുക്കാൻ. അതല്ലാണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൻ കെയർ എന്ന് പറഞ്ഞത് അത് ഒരു ജേർണി തന്നെയാണ്, അല്ലാണ്ട് ഒരു ഡെസ്റ്റിനേഷൻ. ഓക്കെ ഇത്ര എത്തി ഇനി നിർത്താം അങ്ങനെ പറഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് വേണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആസ് എ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ലോഷൻ ഇത് ഭയങ്കര നല്ലതാണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, നല്ല മണമുണ്ട്. അധികം മണമുള്ള സാധനങ്ങൾ അത്ര നല്ലതല്ല. ഒരുപാട് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇത്രയും ഫ്രേഗ്രൻസ് ഉള്ളത് യൂസ് ചെയ്യണം കേട്ടോ. പക്ഷെ നോർമൽ ആയിട്ടുള്ള സ്കിന്നൊക്കെയാണ്, ഡ്രൈ ആയിട്ടുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ബോഡി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. പിന്നെ ഇനി അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും, അയ്യോ ഇത് എത്ര കാലമായില്ലേ, പണ്ടുണ്ടായിരുന്ന കേട്ടോ. എനിക്കിത് ലാക്മേയുടെ മൂസ് ഫൗണ്ടേഷൻ ആയിരിക്കണത്. അപ്പോൾ ഇത് തുറക്കാൻ നമുക്ക് ലാക്മേയുടെ മൂസ് ഫൗണ്ടേഷനാണ് നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ യൂസേ ചെയ്തിട്ടില്ല. നോക്കട്ടെ, ഇതിൻ്റെ ഷെയ്ഡായിട്ട് മാച്ച് ആവാൻ വലിയ ചാൻസ് ഇല്ല. ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. മൂസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു പ്രൈമറിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിൽ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കൈവച്ച് ബ്ലെൻഡ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ കുഴപ്പമില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് ഓക്സിഡൈസ് ആകും, അതായത് അതിൻ്റെ കളറ് മാറും. അങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ല. വലിയ കവറേജ് കാണാനില്ല, പക്ഷെ ഒരു സ്കിൻ ടിൻറ്റ് പോലെ ഇതുണ്ടാവും കേട്ടോ. അടുത്തത് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് എർത്ത് ഋതത്തിൻ്റെ ബട്ടർ ക്രീം സോപ്പാണ്, സൂപ്പ് എന്നൊക്കെ. ഇത് ഫിൽറ്റർ കാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റിലാണ് വരുന്നത്. നമുക്കുട്ടിക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം. ശരിക്കും കാപ്പിയുടെ മണം തന്നെയാണ് കേട്ടോ. ഇത് ബോഡി മോയ്സ്ചറൈസർ ആണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. എന്തായാലും ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു ഫാൻസി പാക്കേജിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എർത്ത് ഋതം പിന്നെ നല്ല ബ്രാൻഡാണ് കേട്ടോ, അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ബ്രാൻഡാണ്. അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറാണ് കേട്ടോ. ഇതിന് എന്തായാലും വില കുറവായിരിക്കും, കാരണം സ്വിസ് ബ്യൂട്ടി അല്ലേ, അറൗണ്ട് ഒരു 200 rupees ഒക്കെയാണ് ഉണ്ടാവാൻ ചാൻസ്. അല്ലല്ലോ സ്വിസ് ബ്യൂട്ടി വില കൂട്ടിയോ, 599 ആണ് കാണുന്നത്. പക്ഷെ എന്തായാലും നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇതെനിക്ക് തോന്നുന്നു സിൽക്കൺ ടൈപ്പാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മുടെ പോഴ്സ് ഒക്കെ ഫില്ല് ചെയ്യാനും നല്ല സ്മൂത്ത് എഫക്റ്റ് തരാനായിട്ട് നല്ലതാണ്. അപ്പം ഇങ്ങനത്തെ ഒരെണ്ണം മേടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു വർഷത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കും. കുറച്ച് ക്വാണ്ടിറ്റി പോരെ. പിന്നെ നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യില്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് ഫില്ലാവും. നല്ലൊരു പ്രൈമറാണ് കേട്ടോ അത്. അടുത്തത് നൈക്കയുടെ തന്നെ കുറച്ചധികം പെർഫ്യൂംസ് ഉണ്ട്. അതിൽ നമുക്ക് എനിക്ക് ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് നമുക്ക് നോക്കട്ടെ, കുറച്ച് സ്ട്രോങ് ഫ്രേഗ്രൻസ് ആണ്. നമ്മുടെ ടിപ്പിക്കൽ ഒരു അക്വാ ഫ്രേഗ്രൻസ് ഇല്ലേ, അതാണ് കേട്ടോ. ഇത് കുറേ ഫ്രേഗ്രൻസ് ഉള്ള നൈക്കയുടെ പെർഫ്യൂംസ് ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, നല്ല പാക്കേജിങ് ആണ്. ഇത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതെന്തോ 1000 something ഉണ്ട് ഇതിൻ്റെ വില, പക്ഷെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൻ്റെ മണവും നല്ലതാണ്, നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ. പിന്നെ അതുപോലെ ബോഡി മിസ്റ്റ് അങ്ങനത്തത് ഇഷ്ടമാണെങ്കിൽ സ്കിന്നിൻ്റെ ബോഡി മിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രേഗ്രൻസ് കുറച്ച് സ്ട്രോങ് ആണ്, എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഈ ഫ്രൂട്ട് പഞ്ചൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ആണ്. പക്ഷെ ഇതിൽ തന്നെ നമുക്ക് വേറെയും കിട്ടും. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാവുന്നതാണ്.
അപ്പം ഇത് നല്ലതാണ്. അപ്പോൾ ബോഡി മിസ്റ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ പെർഫ്യൂമിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെയാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബോഡി മിസ്റ്റുകൾ യൂസ് ചെയ്യാവുന്നതാണ് സ്കിന്നിൻ്റെ. ഇത് ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ, പക്ഷെ ഇതിനെക്കാട്ടിലും എനിക്കിഷ്ടമായത് ഈ പെർഫ്യൂമാണ്. പിന്നെ ഫേസ് വാഷ്, സിമ്പിൾ ആയിട്ടുള്ള ഫേസ് വാഷിന് വേണ്ടിയിട്ട് സിമ്പിൾ ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് ഭയങ്കര നല്ലതാണ് കേട്ടോ. നല്ല അത്യാവശ്യം നന്നായിട്ട് വർക്ക് ആവും. ഫേസ് വാഷ് ചെയ്താൽ അഴുക്കൊക്കെ പോവും, നല്ല ക്ലീൻ ആവും. എന്നാൽ ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കി അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം അഫോർഡബിളും ആണ്. 200 rupees അറൗണ്ടിലാണ് കേട്ടോ അതിൻ്റെ റേറ്റ് ഉണ്ടാവുക. അടുത്തൊരു മേക്കപ്പ് പ്രോഡക്റ്റ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 കൺസീലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറും അതേപോലെ തന്നെ മെബിലിൻ്റെ ഏജ് റിവൈൻഡ് കൺസീലറും ആണ് കേട്ടോ. പക്ഷേ ഏജ് റിവൈൻഡ് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് അതിലെന്തോ മാറ്റം വന്നിട്ടുണ്ട്. കാരമലാണ് എനിക്ക് ഏറ്റവും നന്നായി ചേർന്നിരുന്നത്, പക്ഷെ അവർ പ്രോഡക്റ്റിൻ്റെ അപ്ഡേഷനിൽ എന്തോ കളറിൽ എന്തോ മാറ്റം വരുത്തി തോന്നുന്നു. ഇപ്പം എനിക്കത് അത്ര ചേരുന്നില്ല. കുഴപ്പമില്ല കേട്ടോ. എന്നാലും പക്ഷെ എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ വോം സാൻഡ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതാകുമ്പോൾ 150 രൂപയുള്ളൂ. അതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യണത്. എനിക്ക് ആക്ച്വലി എനിക്ക് ഹൂഡയുടെ കൺസീലർ ഞാൻ യൂസ് ചെയ്യണം, എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ബ്രാൻഡും പ്രൈസും ഒക്കെ സെക്കൻഡറി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും ഇപ്പോൾ ഹൂഡയുടെ ഒക്കെ എന്തൊരു എക്സ്പെൻസീവാണ്, 3000-4000 റേറ്റ് ഒക്കെ ഇല്ലേ. ഇതിന് 150 rupees ഉള്ളൂ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം സ്വിസ് ബ്യൂട്ടിയുടെ. അപ്പം എൻ്റെ സ്കിൻ ടോണാണ്, അതായത് മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ നമുക്ക് മെബ്ലിൻ്റെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കാരമൽ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇത് നല്ല കൺസീലറാണ് കേട്ടോ, കൺസിസ്റ്റൻസി ഒക്കെ വളരെ നല്ലതാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ആണെങ്കിൽ വോം സാൻഡ് ആയിരിക്കും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 2 കൺസീലേഴ്സ് ആണ് കേട്ടോ അത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് 2 ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഒന്ന് ലോറിയലിൻ്റെ ഈ നൈറ്റ് ക്രീമാണ്. മുടിയിൽ നമുക്ക് രാത്രി മാത്രമല്ല കേട്ടോ, AC ഇടയ്ക്ക് ഓഫാവും ഓണാവും, ഓഫാവും വേണം ഓണാവും, ഓഫാവും ഓണാവും, അങ്ങനെയാണ്. അപ്പോൾ ഇത് നൈറ്റ് ക്രീമാണ്. അപ്പോൾ നമുക്ക് നനവോടുക്കനെ തന്നെ, അതല്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് നമുക്ക് മുടിയിൽ ജടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ക്രീമായിട്ടാണ് കേട്ടോ, സിറം ആയിട്ടല്ല. പക്ഷെ സിറത്തിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ കുറച്ചെടുത്തിട്ട് കയ്യിലാക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ജടയൊക്കെ കളയാവുന്നതാണ് കേട്ടോ. അത് നല്ല ഒരു ക്രീമാണ്. ഇത് മേടിച്ചു വെച്ചോളൂ. നമുക്ക് മുടിയിൽ ജട കളയാൻ എളുപ്പമുണ്ടെങ്കിൽ അത്രയും കുറവേ മുടി പൊട്ടുള്ളൂ. ഇതിന് മൊത്തത്തിൽ ഇത്ര വലിയ പാക്കേജിങ്ങിന് 450, 490 ആ ഒരു റേറ്റിലാണ് കേട്ടോ വരിക. പിന്നെ ഒരു ഷാമ്പൂ, ഇത് നല്ലൊരു ഷാമ്പൂ ആണ് കേട്ടോ. ഇത് ഹെർബൽ എസൻസിൻ്റെ റിപ്പയർ ആഗൻ ഷാമ്പൂ ആണ്. നമ്മുടെ നോർമൽ ഷാമ്പൂ പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യും. അങ്ങനെ സ്കാൽപ്പൊന്നും ഡ്രൈ ആക്കൊന്നുമില്ല. ഒരു ഷാമ്പൂ നമ്മൾ തേച്ചുകൊണ്ട് മുടി വളരുമൊന്നുമില്ല കേട്ടോ. ഷാമ്പൂവിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് നന്നായിട്ട് ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ ഈ പൊടിയിലൊക്കെയാണ് എന്തൊക്കെ പറഞ്ഞാലും നടക്കണം. അത് മാത്രമല്ല നമ്മൾ ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കളഞ്ഞ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തരും കേട്ടോ ഷാമ്പൂ. അതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മാക്സിമം കെമിക്കൽസ് കുറച്ചിട്ടുള്ള ക്ലാരിഫയിങ് ഷാമ്പൂസ്, അതും സൾഫേറ്റ്സും പാരബൻസും ഒക്കെ പറയണത് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയണത് എന്താ വെച്ചാൽ once in a week ഒക്കെ സൾഫേറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് യൂസ് ചെയ്യണോണ്ട് തെറ്റില്ല. ആക്ച്വലി യൂസ് ചെയ്യണം, എന്നാലേ നന്നായിട്ട് ക്ലീൻ ആവുള്ളൂ എന്നുള്ളതാണ് പറയണത്. അതല്ല ഡെയിലി ബേസിസിലാണ് യൂസ് ചെയ്യരുത്. ഇൻ കേസ് അടുപ്പിച്ച് നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ തന്നെയാണ് കേട്ടോ നല്ലത്. ഇപ്പം ഇതും അത്യാവശ്യം നല്ലൊരു ഷാമ്പൂ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇത്തവണത്തെ പ്രോഡക്ട്സ്. നമ്മൾ ഓൾറെഡി തന്നെ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട സിറംസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാഞ്ഞത്. പക്ഷേ ഈ സെയിലിൻ്റെ സമയത്ത് നമുക്ക് മേടിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നാവുക ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ സിറംസ്, അങ്ങനത്തതൊക്കെ ബാക്കപ്പ് വേണ്ടതൊക്കെ മേടിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ മേക്കപ്പ് ഓൾറെഡി തന്നെ നമ്മൾ യൂസ് ചെയ്യണത് തീർന്നിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലും ട്രൈ ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഇത്തവണ പുതിയ കോസാറെക്സിൻ്റെ സൺസ്ക്രീൻസ് ഒക്കെ നമുക്ക് എപ്പോഴും വേണ്ടതാണല്ലോ, അങ്ങനത്തെ ഒക്കെ ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഈ സെയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുവിധ സാധനങ്ങളൊക്കെ കിട്ടും. അതല്ലെങ്കിൽ പിന്നെ ഈ പതുക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും കേട്ടോ. എനിക്ക് ഇതിൻ്റെ എസെൻസ് കോസ്മെറ്റിക്സ് ഉണ്ടല്ലേ, അതിൻ്റെ മസ്കാര ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഭയങ്കര അടിപൊളി മസ്കാരയാണ്, പക്ഷേ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ സെയിലിൻ്റെ സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്, ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഓൾറെഡി മേക്കപ്പ് ലുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പിൻ്റെ പ്രോഡക്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.